ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. രാജ്യത്ത് BSNLന്റെ 4G സേവനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിൽ തുടക്കം കുറിച്ചു. പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള 4G സംവിധാനം രാജ്യത്തിലുടനീളം എത്തിക്കുന്നതോടെ ഇന്ത്യ ടെലികോം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ്. സിൽവർ ജൂബിലിയുടെ ഭാഗമായി 97,500 പുതിയ ടവറുകളും 92,600 ടെക്നോളജി സെറ്റുകളും കമ്മീഷൻ ചെയ്തതോടെ ഏകദേശം 2 ദശലക്ഷം ഉപഭോക്താക്കളെ 4Gയിലേക്ക് മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് BSNL. ന്യൂയോർക്കിലെ പാലസ്തീൻ അനുകൂല റാലിയിൽ പങ്കെടുത്ത കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടെ വിസ അമേരിക്ക റദ്ദാക്കി. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രസംഗം പല നേതാക്കൾ ബഹിഷ്കരിച്ചപ്പോഴും ഗാസയിലെ ആക്രമണം രൂക്ഷമായി വിമർശിക്കപ്പെടുകയും ചെയ്തു. പാലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് ആരോപിച്ച് ഗുസ്താവോ പെട്രോ ഏഷ്യൻ രാജ്യങ്ങൾ കൂട്ടായ്മയായി പാലസ്തീനെ സഹായിക്കണമെന്നും ഇസ്രായേലിന്റെ പിന്തുണ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ പ്രസംഗം US സൈനികരിൽ കലാപത്തിന് പ്രേരിപ്പിച്ചു. ഇതാണ് വിസ റദ്ദാക്കലിലേക്ക് നയിച്ചത്. എമിറേറ്റ്സ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിച്ചു. റാസൽ ഖൈമയിൽ നിന്ന് ഉമ്മുൽ ഖുവൈൻ ഷാർജ വഴി ദുബായിലേക്കും തിരിച്ചുമുള്ള യാത്രാ സമയം 45% വരെ കുറയ്ക്കാനാണ് പദ്ധതി. ഏകദേശം 750 ദശലക്ഷം ദിർഹം ചെലവും 2 വർഷത്തെ നിർമ്മാണ കാലവും പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ 25 കിലോമീറ്റർ റോഡ് ഓരോ ദിശയിലും 3 ലൈനുകളിൽ നിന്ന് 5 ലൈനുകളായി വികസിപ്പിക്കുകയും പ്രധാന റോഡിന്റെ ഇരുവശത്തും 3.4 കിലോമീറ്റർ സർവീസ് റോഡുകൾ നിർമ്മിക്കുകയും ചെയ്യും. ഗതാഗത കുരുക്ക് കുറയ്ക്കുകയും യാത്രക്കാർക്ക് സൗകര്യപ്രദവും പരിസ്ഥിതിക്ക് സഹായവുമായ അനുഭവം നൽകുകയും ചെയ്യും. കണ്ണൂർ വിമാനത്താവളം വഴി ലഭിക്കുന്ന എയർ ഇന്ത്യ സർവീസുകൾ വെട്ടിക്കുറച്ചതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്ന ഈ നടപടി പുനഃപരിശോധിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കത്തയക്കുമെന്നും അദ്ദേഹം കൊച്ചിയിൽ അറിയിച്ചു. കണ്ണൂരിലെ കുറച്ച് സർവീസുകൾ ലക്നൌവിലേക്കും ജയ്പൂരിലേക്കും മാറ്റിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബായി മാറ്റാനും കേരളത്തെ നൂതന സാങ്കേതിക വിദ്യയുടെ കേന്ദ്രമാക്കി മാറ്റാനും സംസ്ഥാന സർക്കാർ പദ്ധതികൾ നടപ്പാക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. NSSുമായി മധ്യസ്ഥ ചർച്ചയ്ക്ക് മുസ്ലിം ലീഗ് തയ്യാറാണെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. NSSനെ സംബന്ധിച്ച വിഷയങ്ങളിൽ ആവശ്യമായ ലീഗ് ഇടപെടുമെന്നും അദ്ദേഹം അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുള്ളതിനാൽ UDFനെ ശക്തിപ്പെടുത്തുന്നതിനും രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നതിനും അവസരമുണ്ടെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. കേരളത്തിന്റെ ഭാവിയാണ് പ്രധാനം, അതിനാൽ വേണമെങ്കിൽ ലീഗ് മധ്യസ്ഥതയ്ക്ക് മുൻകൈയെടുക്കുമെന്നും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ ചർച്ച നടത്തുമെന്നും വ്യക്തമാക്കി. മുസ്ലിം ലീഗ് UDFലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ കയറി നിൽക്കുന്ന ശീലം ലീഗിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാഗ് ന്യൂസ് തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.